യുവതാരങ്ങളുടെ സിനിമയാണ് ഒരുമിച്ച് ഓണത്തിനായിരുന്നു. ഏറെ ഓണം വിന്നർ ആയിരിക്കും വിചാരിക്കുന്നു. ഓണം വിന്നർ എല്ലാ സിനിമകളും ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റുള്ളത് പെപ്പെ എന്ന സുഹൃത്താണ് അതിൻ്റെ ഒരുപാട് നല്ലൊരു ഡയറക്ടറാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ 3 സിനിമകൾ വിജയിക്കണമെന്ന് പറയാം. വലിയൊരു സന്തോഷം വെച്ചാൽ ഓണത്തിന് മലയാളം സിനിമകൾ തന്നെയായിരിക്കും സിനിമ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കൂടുതൽ മണിയന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നോർമലി ടൂയിനോ ചെയ്യുന്ന റോളിനെ കാട്ടും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായാണ്. കുറച്ചുകൂടി നമുക്ക് ആ ഒരു വിഷയത്തിലൊക്കെ കുറച്ചുകൂടി എഫക്ട് തന്നെയാണ്. ഓവറോൾ നന്നായിട്ട് നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് മണിയന്റെ ക്യാരക്ടർ. അയ്യോ അത് അടിപൊളിയാണ്. പിന്നെ ഭയങ്കര മൊത്തത്തിൽ ആള് മാറി എല്ലാ രീതിയിലും മണിയനിലെ ടൊവിനോ ഇല്ല. ശരിക്കും മണിയൻ എന്നൊരു ക്യാരക്ടറായിരുന്നു. അജയന്റെ 2ാം മോഷണം ഒറ്റവാക്കി പറഞ്ഞ ഒരു അടിപൊളി മുത്തശ്ശി കഥ കണ്ടൊരു ഫീലായിരുന്നു. സ്റ്റാർട്ടിങ് നമ്മുടെ ലാലേട്ടന്റെ വോയിസോട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അങ്ങോട്ട് എന്താ പറയാ ഒരു നല്ലൊരു ഫ്ലോയിൽ നമ്മൾ മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റി. ജിതിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ആളുടെ 6 വർഷത്തേക്ക് ഒരു എഫേർട്ട് ശരിക്കും അത് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ഹാറ്റ്സ് ഓഫ്. എടുത്തു പറയേണ്ട ടോവിനോ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. 3 വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ്. എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷേ മണിയൻ എന്ന് പറഞ്ഞൊരു ആ ഒരു ക്യാരക്ടർ അതിന് പുള്ളിയിട്ടാണ് എഫേർട്ട്. ഹാറ്റ്സ് ഓഫ്. നമ്മൾ ടോവിനോട് ഇതുവരെ കാണാത്തൊരു ഫേസ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന സ്ലാങ് ആയാലും മേക്കപ്പ്, കോസ്റ്റ്യൂം, പെർഫോമൻസ് എല്ലാം ഇതിലായിരുന്നു. ആൻഡ് സ്റ്റോറി വൈസ് ആയാലും നല്ലൊരു ഒരു മുത്തശ്ശിക്കഥ കേൾക്കുന്ന പോലെ അത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറാവും. VFX ഉണ്ടായിരുന്നു, പ്രസന്റേഷൻ നന്നായിരുന്നു, എഫേർട്സ് ഉണ്ടായിരുന്നു. ആക്ഷൻ വേണ്ടവർക്ക് ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. സോ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒത്തിരി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന മൂവിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. എനിക്ക് 2D കാണാൻ പറ്റുള്ളൂ, 3D കാണണം. എന്റെ മോള് എന്ന രീതിയിൽ അങ്ങനെ എന്നെ വിളിച്ച് പറയാൻ ഞാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവളുടെ സിനിമകൾ കാണുമ്പോൾ അതൊന്നുമല്ല എന്ന് വീണ്ടും അവരോട് അവൾ തെളിയിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ്. അതേപോലെ ടൊവിയുടെ ജിത്തിനൊക്കെ ചെയ്ത എഫോർട്ടിന് വളരെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ ഔട്ട്പുട്ട് വരട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്. ജിതിന്റെ ആദ്യത്തെ പടം അല്ല അത്. ജിതിൻ ശരിക്കും ഒരു 100 പടം ചെയ്തതിന്റെ ഒരു എഫക്റ്റ് ആണ് ഈ പടത്തിന്റെ ഔട്ട് കണ്ടപ്പോൾ. എന്തായാലും ഇതിന് എല്ലാവിധ ആശംസകളും. സിനിമ അടിപൊളി. എല്ലാ ടോവിനോയുടെ എല്ലാ ക്യാരക്ടറും നല്ല സൂപ്പറാ. സിനിമ നല്ല പൊളിയാ, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പറാ. ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. ആ ഒരു മാനറിസംസും കാര്യങ്ങളെല്ലാം എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നി. എല്ലാവരും തകർത്തു. അടിപൊളി പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി. അത് പറയണ്ടല്ലോ. പിന്നെ ബേസ് സൂപ്പർ ആയിരുന്നു. കോമഡി കാര്യങ്ങളെല്ലാം നൈസായിട്ടായിരുന്നു.